നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. അതിഥിയായി ഡോക്ടർ കെ മുരളീധരൻ നായർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠത്തിന്റെ പ്രസിഡന്റ്, വാസ്തു ആചാര്യൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് ഞാൻ ആദ്യമേ കടക്കുകയാണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരാൾ ചോദിച്ചിരിക്കുന്ന, അദ്ദേഹം ഒരു 12 സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഭൂമി വാങ്ങി അതിൻ്റെ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് കൂടെ വഴിയുണ്ട് എന്നാണ് പറയുന്നത്. പൊതുവഴിയായിരിക്കും എന്ന് തോന്നുന്നത്. വളരെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ട് ഇത്രയും പറയുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുക, ഈ എപ്പിസോഡ് കാണുമ്പോൾ അത് മനസ്സിലാക്കുക. അതിൽ ഒരു ക്ലാരിറ്റി വന്നില്ലെങ്കിൽ അത് ക്ലാരിറ്റി ആയിട്ട് തന്നെ ചോദിക്കുക. എന്തായാലും ചോദ്യം വെച്ച് മറുപടി പറയാം. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിയുണ്ട്, അത് ഈ വസ്തു വാങ്ങുന്ന അതിൽ ദോഷമാണ് എന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ദോഷമുണ്ടോ എന്നുള്ളത്. നമുക്ക് ഒരു വീട് വാങ്ങിയിട്ട് ചുറ്റുമതിൽ കെട്ടിക്കഴിഞ്ഞിട്ട് ചുറ്റും മതിലിന് വെളിയിൽ കൂടെ തെക്ക് ഭാഗത്തൂടെ, പടിഞ്ഞാറ് ഭാഗത്തൂടെ, കിഴക്ക് ഭാഗത്തൂടെ, ഏത് ഭാഗത്തൂടെ വഴി പോയെന്നാൽ യാതൊരു കുഴപ്പവുമില്ല. നമ്മുടെ വീടിന് അകത്ത്, ചുറ്റുമതിലിനകത്താണ് നിങ്ങൾ ഈ വഴിയാണെങ്കിൽ അത് നല്ലതല്ല. അതാണ് അവരെ ക്വസ്റ്റ്യൻ ആ രീതിയിലാണെന്ന് അറിഞ്ഞുകൂടല്ലോ. കൂടുതൽ വ്യക്തത പറയുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്രയും കോമ്പോട് തിരിച്ചു കഴിഞ്ഞാൽ വഴിയുടെ പ്രശ്നം ഇല്ലല്ല. ചുറ്റുമതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു വാസ്തു മണ്ഡലമായി അതിനകത്ത്. പിന്നെ എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലം 5 സെൻറ്റ് തറയെ അല്ലെങ്കിൽ 5-10 വാങ്ങുന്ന സമയം റോഡ് കറക്റ്റായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൂടെ കറക്റ്റായിട്ടേ വന്ന് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചില സ്ഥലങ്ങൾ വരുന്നുണ്ട്. അവർക്ക് വേറെ യാതൊരു വഴി കൂടെയും ഭാഗത്തൂടെ വന്ന് വീട്ടിൽ കയറാൻ പറ്റില്ല. ഈ ഭാഗം മാത്രമായിട്ട് ഓപ്പൺ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ചില പരിഹാരങ്ങളാണ് ചെയ്യുക. ഈ ചില ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗം രാഘുവിൻ്റെ സാധനമാണ്. അപ്പോൾ അതിന് ചില പരിഹാര ക്രിയകളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അവരുടെ വീട്ടിലേക്ക് വന്ന് കയറാൻ വേറെ വഴിയില്ല. സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് പടിഞ്ഞാറെങ്കിലും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് നേരം വടക്കോട്ട് തിരിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കറങ്ങി കയറാൻ വരുന്നു. പക്ഷെ അങ്ങനെ സ്ഥലമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് തന്നെ വഴി നേരെ വന്ന് കയറാൻ പിന്നെ വേറെ വഴിയില്ലല്ലോ. അത് അത്രയേ പറ്റൂ. മറ്റൊരു ചോദ്യം, നമ്മൾ വീട്ടിനുള്ളിൽ അലമാര സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും? ദിശ ഉദ്ദേശിച്ചത് അതിൻ്റെ വാതിൽ തുറക്കുന്നത് എങ്ങോട്ട്, ഏത് ദിശ? സാധാരണ നമുക്ക് വീടിൻ്റെ അലമാരകളെല്ലാം തന്നെ വടക്കോട്ട് നോക്കി വരണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഫേസ് വടക്കോട്ട് നോക്കി വരണം. നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ ഫേസ് തെക്കോട്ടായിരിക്കും. അപ്പോൾ ഒന്നിയിൽ വടക്കോട്ട് നോക്കി വയ്ക്കണം. അതിന് സാധിക്കാത്ത അവസ്ഥ ഉള്ളവരാണെങ്കിലാണ് കിഴക്കോട്ട് നോക്കി വയ്ക്കണം. ഒരിക്കലും തന്നെ അലമാരകളുടെ ഫേസ് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി വയ്ക്കരുത്. ഇതിലുപരി തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ബെഡ്റൂം നമ്മൾ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്തായിട്ട് ഒരു അലമാര നമുക്ക് വടക്കോട്ട് നോക്കി വച്ചാൽ അതിനകത്ത് നിങ്ങളുടെ സമ്പത്തോ വിലപ്പെട്ട റെക്കോർഡ്സ്, മറ്റേ പൈസയോ ആഭരണങ്ങളൊക്കെ വെച്ച് ഇരിക്കുന്നത്. അത് നിരതി കോണായതുകൊണ്ടാണ്. നിരതൻ എന്ന് വെച്ചാൽ ഒരു അസുരനാണ്. പക്ഷേ എല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ചൈതന്യം അദ്ദേഹത്തിനുണ്ട്. സത്യവും ന്യായ നീതിയും പരിപാലിക്കുന്ന ഒരു ചൈതന്യമാണ്. അതിന് നിരതി കോണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അലമാര ഇരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അലമാര സ്ഥാനത്തിൻ്റെ സംശയം അവിടെ തീരുകയാണ്. ഇനി ഒരു കാര്യം ചോദിക്കുന്നത്, വാസ്തു നിയമങ്ങളെല്ലാം പാലിച്ച് വീട് പണി കഴിപ്പിച്ചാലും വാസ്തുദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? അത് എങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതാണ്? അത് ഒരു 500-700 വീട് വയ്ക്കുമ്പോൾ ഒരു വീടിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം, സംഭവിക്കാം. അത് സാധാരണ കണ്ടുവരുന്നത് 100% വാസ്തുയോഗ്യമായിട്ടാണ് എല്ലാ കണക്കും കൊണ്ട് ഒരു വീട് വച്ചാൽ പോലും ആ വസ്തുവിലെ ഭൗമോർജം ക്ലിയർ അല്ലെങ്കിൽ ഔട്ടാവും. നമുക്കെല്ലാം തന്നെ ഊർജത്തിൻ്റെ അടിസ്ഥാനമാണ് വാസ്തുശാസ്ത്രം നിലനിൽക്കുന്നത്. അനുകൂലമായ ഊർജം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ഔട്ടായിപ്പോവും. അത് സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല. വളരെ അപൂർവമായിട്ട് സംഭവിക്കുക. അതാണ് ഞാൻ എല്ലാം വാസ്തു എല്ലാം നോക്കി എല്ലാം വച്ചു എല്ലാം വേണം, എനിക്ക് വടക്കിഴക്കേ മൂലഭാഗത്താണ് പൂജാമുറി, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഓക്കെ എന്ന് പറയും. പക്ഷേ ഈ ഭൗമോർജം വമിക്കുന്ന ക്ലിയർ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും. അതിനൊരു ചോദ്യം വരുന്നത്, വീട് വയ്ക്കുവാനായിട്ട് പ്ലാൻ വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
അതിൽ കൃത്യമായ ഒരു ഉപദേശം നൽകണം. കാരണം പലരും പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. ഇത് നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാൻ വരയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു പ്രേക്ഷകർ നമ്മോട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുകൂടെ അത് പറയാം. സാധാരണ ഞാനിപ്പോൾ ഒരുപാട് കാര്യം ഈ വാസ്തു വരയ്ക്കും. കാരണം ചില ആൾക്കാർ എൻ്റെ വീടിൻ്റെ തൊട്ടയൽവക്കത്ത് നല്ല മനോഹരമായൊരു വീട് വെച്ച്, പക്ഷേ അവരുടെ പിന്നെ സാമ്പത്തിക ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ആദ്യം ആർഭാടമായിട്ട് വീട് വെച്ചത്. അപ്പോൾ അതുപോലെ നമ്മൾ വീട് വയ്ക്കണമെന്ന് വെച്ചാൽ നമുക്ക് സാധിക്കുമോ? പറ്റില്ല. എന്തായാലും നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടിനനുസരിച്ച്, അതുകൊണ്ടാണ് എപ്പോഴും തന്നെ ഈ നമ്മളതിൽ സമ്പത്ത് എത്രയുണ്ട്, ലോണൊക്കെ എടുത്താൽ ചില വീട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ കുറവല്ല എന്തെങ്കിലും കുറച്ച് ഗവൺമെൻറ് കാണുമായിരിക്കും. നമ്മുടെ ഉള്ള എസ്റ്റിമേറ്റ് എടുത്ത ശേഷം ആ എസ്റ്റിമേറ്റിനകത്ത് ഒരു വീട് വയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലാതെ കടവും ഇതൊക്കെ വാങ്ങിച്ച് ഒരു വീട് വെച്ചാൽ മനസ്സമാനം കാണില്ല. അവസാനം കടക്കാർ വീട്ടിൽ വന്ന് അവസാനം വീട് വിറ്റ് പോകേണ്ടി വരും. അതുണ്ടാവരുത്. അതിനുവേണ്ടി എപ്പോഴും തന്നെ കുടുംബ ചർച്ച വയ്ക്കണമെന്ന് പറയുന്നത്. ഒരു വീട് വയ്ക്കാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും മക്കളും വേണ്ടപ്പെട്ടതും എല്ലാം കൂടി ഇരുന്നിട്ട് എങ്ങനെ വേണം, ഏത് രീതി വേണം എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഉണ്ടാകുന്ന എസ്റ്റിമേറ്റ്, നമുക്ക് ഒരു ലോൺ തന്നെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നാലും ശരി, അല്ലാത്ത കേസിൽ നമുക്കൊരു എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു 10-40 ലക്ഷം രൂപ ഉണ്ടാകും. എനിക്ക് അതിനകത്തവണമുണ്ട്. അത് കണക്കാക്കിയിട്ടുള്ളൊരു പ്ലാൻ വരയ്ക്കുക. അതനുസരിച്ചേ വയ്ക്കാവും. ചില ആൾക്കാർ ആദ്യത്തെ ആഡംബരത്തിൽ കൊണ്ടുപോകാൻ പൈസ തേക്കും തടിക്ക് വാങ്ങിച്ച് കളയും. തേക്ക് വാങ്ങിച്ചെല്ലാം പോയില്ല. തേക്കൊക്കെ വയ്ക്കുക. അതായത് നമുക്ക് വീടിൻ്റെ പൂമുഖവാതിൽ, പ്രധാനപ്പെട്ട വാതിൽ. അത് അപ്പോൾ ഈ പൂമുഖവാതിൽ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ പറഞ്ഞത്. പൂമുഖവാതിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്വസനം, വീടിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഒരെണ്ണം തടിയാണ് നല്ലത്. തേക്കാണെങ്കിൽ തേക്ക്, പ്ലാവാണെങ്കിൽ പ്ലാവ്, മറ്റേതാണ് അതിൻ്റെ കട്ടളപ്പടിയും ഡോർ അല്ലെ രണ്ട് തടി എടുക്കുക. പിന്നെ തൊട്ടടുത്ത ഫ്രഞ്ച് പിന്നെ മറ്റേതൊക്കെ അകത്തേക്കുള്ള ഡോറുകളും മറ്റുള്ള ഏത് തടി വന്നിരുന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട തടി നമ്മൾ ഏതാണ് തേക്കായിരുന്നാലും മറ്റുള്ള പ്ലാവായിരുന്നു ഏതായിരുന്നാലും പൂമുഖവാതിന് ഒരെണ്ണം തടി തന്നെ ആയിരിക്കണം. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ വാസ്തുപരമായി തന്നെ വീടിൻ്റെ പ്ലാൻ വയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അത് ആദ്യമേ കൃത്യമായി വസ്തു കൊണ്ട് ആ വാസ്തു ആചാര്യനെ കൊണ്ട് കാണിക്കുക. നിങ്ങൾ കാണിച്ച ശേഷം പ്ലാൻ വരയ്ക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം കിട്ടില്ല. നിങ്ങളുടെ വസ്തു ഏത് ദിശയിൽ. ചില ആളുകൾ പ്ലാന് കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശ രൂപരേഖ സ്കെച്ചൊക്കെ വരച്ച് കൊണ്ടുപോയിട്ട് പിന്നെ ആണ് അത് വീടിൻ്റെ പ്ലാനിലോട്ട് പോകുന്നത്. അതിനുപരി അദ്ദേഹത്തെ നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യിച്ച് അതിനുശേഷം വരയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയായിട്ട് വരികയാണ് അടുത്ത എപ്പിസോഡിൽ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും ബെല്ലൈക്കൺ അമർത്തുക. നമ്മൾ ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാക്കുകയാണ്. നമസ്കാരം.